ഒരുപക്ഷെ ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നവര് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ അംഗമോ പ്രസിഡന്റോ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയോ ആകാത്ത ഒരേ ഒരു വ്യക്തി ഞാനാണെന്ന് തോന്നി ഈ മുറിയിൽ ഇരിക്കുന്നവർ അല്ലേ? അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങളുടെയൊക്കെ ഒപ്പം ഇത്രയും സമയം ചെലവഴിക്കാൻ എനിക്ക് ലഭിച്ച ഈ അവസരത്തിന് തീർച്ചയായിട്ടും വലിയ ഭാഗ്യമായി കരുതുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായിട്ടില്ലെങ്കിലും സിവിൽ സർവീസിൽ പ്രവേശിച്ച ദിവസം മുതൽ 2014 ബാച്ചിലെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥയാണ്. IAS പ്രവേശിച്ച നാൾ മുതൽ ഒരുപക്ഷെ ഒരു ദിവസം പോലും ഏതെങ്കിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ബന്ധം പുലർത്താതെ ഇരുന്നിട്ടില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വലിയ അഭിമാനമായും കരുതുകയാണ്. ഞങ്ങൾക്ക് ലഭിക്കുന്ന പോസ്റ്റിങ്ങുകൾ സബ് കളക്ടറായും കളക്ടറായും സേവനമനുഷ്ഠിക്കുന്ന കാലം ഒഴിച്ചാൽ ബാക്കി എല്ലാ സമയവും ഏതെങ്കിലും ഒരു ഭൂമികയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന വകുപ്പിൽ തന്നെ ഞാൻ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പാഠവും. അതുകൊണ്ട് തന്നെ വിജയാനന്ദ് സാർ മുതൽ TK ജോസ് സാർ മുതൽ ശാരദാ മുരളീധരൻ മാഡം മുതൽ എല്ലാവരുടെയും ശിക്ഷണം സ്വീകരിച്ചാണ് ഇന്ന് പ്രിൻസിപ്പൽ ഡയറക്ടറായി LSCD വകുപ്പിൽ നിയമിതയായിട്ടുള്ളത് എന്നുള്ളത് വളരെയധികം നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം മാതൃകാപരമായിട്ടുള്ള പഞ്ചായത്തുകളുടെ പ്രകടനം എവിടെയാണ് എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും അത് കേരളത്തിലാണ് എന്ന് നമ്മൾ എല്ലാവരും അഭിമാനപൂർവ്വം പറയും അല്ലേ? ഏറ്റവും ആദ്യം പഞ്ചായത്തുകൾക്ക് സാർ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച ആത്മാഭിമാനത്തോടു കൂടി ഓരോ വ്യക്തിയും നമ്മുടെ പഞ്ചായത്തുകളെ സമീപിക്കുമ്പോൾ സ്നേഹപൂർവ്വം അവർക്ക് സേവനം അനുഷ്ഠിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത് ആഹ്വാനം ചെയ്ത സംസ്ഥാനം കൂടി കേരളമാണ് എന്ന് നമുക്കറിയാം. ആ ഒരു മാതൃകയുടെ തുടർച്ചയിലാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് നമ്മുടേതായിട്ടുള്ള അധികാര സ്ഥാനത്തും സേവന പഥത്തിലും എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ളത് ആദ്യം തന്നെ ഓർക്കണം എന്നുള്ളതാണ് എനിക്ക് ആദ്യം സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ ഇന്നലെ സംസ്ഥാനമൊട്ടാകെ KSRTCയിലെ സൗജന്യ ബസ് യാത്ര വനിതകൾക്കായിട്ടുള്ളത് ആരംഭിച്ചു അല്ലേ? അതിൻ്റെ ചടങ്ങുകളും ഒക്കെ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. ബസ് എന്നുള്ള ഒരു വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് നമുക്ക് കിട്ടിയത്? ഇംഗ്ലീഷിൽ നിന്ന് അല്ലേ? അതുപോലെ പല വാക്കുകളും നമ്മൾ ഇംഗ്ലീഷിൽ നിന്നും മലയാളത്തിലേക്ക് എടുക്കാറുണ്ട്. മലയാളം എല്ലാ ഭാഷകളെയും സ്വീകരിക്കുന്ന സങ്കലനം ചെയ്യുന്ന ഒരു ഭാഷയായിട്ടാണ്, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഷയായിട്ടാണ് നമ്മൾ കണക്കാക്കാറുള്ളത് അല്ലേ? ഇപ്പോൾ ബസ് നമ്മൾ ദൈനംദിന ഭാഷണത്തിൽ ഉപയോഗിക്കുന്ന പല വാക്കുകൾ, കോളേജ് അല്ലേ, സ്കൂള്, ഇതെല്ലാം ഇംഗ്ലീഷിൽ നിന്നും നമ്മൾ കടമെടുത്തിട്ടുള്ള വാക്കുകളാണ്. എന്നാൽ ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ഒരു ഭാരതീയ ഭാഷയുടെ വാക്ക് ഉണ്ട്. അതേത് വാക്കാണെന്ന് ചോദിച്ചാൽ പഞ്ചായത്ത് എന്നുള്ളതാണ്. നമ്മുടെയൊക്കെ ഭാഷകളിൽ നിന്നത് മലയാളത്തിൽ മാത്രമല്ല, മലയാളത്തിലായാലും ഹിന്ദിയിലാണെങ്കിലും ഒക്കെ നമ്മൾ പഞ്ചായത്ത് എന്നുള്ള ഒരു വാക്ക് നമ്മുടെ ഭാഷയിൽ നിന്നും പാശ്ചാത്യ ഭാഷയ്ക്ക്, ഇംഗ്ലീഷിന് കടം കൊടുത്ത ഒരു ഭാഷയാണ്, ഒരു വാക്കാണ് പഞ്ചായത്ത് എന്നുള്ള വാക്ക്. അതൊരു വാക്ക് മാത്രമല്ല, അതൊരു പ്രസ്ഥാനമാണ്, അതൊരു പ്രതിഭാസമാണ്. ആ പ്രതിഭാസത്തിന്, ആ പ്രസ്ഥാനത്തിന് ഉയിരേകാനാണ് നമ്മൾ ഓരോരുത്തരും ഈ പഞ്ചായത്തുകളിൽ ദിനം പ്രതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ആത്മാഭിമാനം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം എന്ന് പറയാനാണ് ഞാനത് സൂചിപ്പിച്ചത്. കാരണം ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തിന് തന്നെ മാതൃകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും. നമുക്കൊരു പക്ഷേ അതൊരു ചെറിയ പഞ്ചായത്ത് ഓഫീസാണ് എന്ന് തോന്നാം. നമ്മൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ എത്രമാത്രം വലിയ ഫലവത്തായിട്ടുള്ള മാറ്റങ്ങൾക്കാണ് വഴിയൊരുക്കുന്നത് എന്ന് ഒരു പക്ഷേ നമുക്ക് നമ്മുടെ ചെറിയ ലോകങ്ങളിൽ നിന്നുകൊണ്ട് മനസ്സിലായില്ല എന്ന് വരും. പക്ഷേ ഒരു വകുപ്പ് എന്ന നിലയിൽ, ഒരു സംസ്ഥാനം എന്ന നിലയിൽ, ഒരു രാജ്യം എന്ന നിലയിൽ നമ്മൾ നമ്മുടെ ഈ പ്രവൃത്തികളുടെ
ഫലം എന്താണ്, അതിൻ്റെ സ്വാധീനം എന്താണ്, തലമുറകളിൽ അവ വരുത്തുന്ന മാറ്റം എന്താണ് എന്ന് നോക്കിയാൽ തീർച്ചയായിട്ടും ആ ഓരോ ചെറിയ ചുവടിനും എത്രമാത്രം ഫലമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ തുള്ളി ചോരയും വേണം ഈ ലോകമെമ്പാടും നിറമേകുവാൻ എന്ന കവിവാചകത്തിന് ഏറ്റവും അന്വർത്ഥമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ പഞ്ചായത്തുകളിൽ കാഴ്ചവെക്കുന്നത് എന്നുള്ളത് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത്തരത്തിൽ ഏറ്റവും ഗുണകരമായിട്ടുള്ള രീതിയിൽ, ഫലപ്രദമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കാനാകട്ടെ എന്നുള്ളതാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒരുപക്ഷെ നമ്മുടെ ഗ്രാമീണ മേഖലയ്ക്കും അതുപോലെ തന്നെ നഗരമേഖലയ്ക്കും തമ്മിലുള്ള വ്യത്യാസങ്ങൾ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. ഒരു ഗ്രാമ നഗര സഞ്ചയമായി കേരളം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കാലയളവിൽ എങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും പഞ്ചായത്തുകൾ ആധുനികവൽക്കരിക്കേണ്ടത് എന്നുള്ളത് കൂടി നമുക്ക് ആഴത്തിൽ ചിന്തിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതുമുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ വർഷം മുതൽ നമുക്കറിയാം ഒരു പഞ്ചായത്ത് അഡ്വാൻസ്മെൻറ്റ് ഇൻഡെക്സ് എന്നുള്ള ഒരു സൂചിക കേന്ദ്രത്തിൽ നിന്നും നൽകിയിട്ടുണ്ട് നമുക്ക്. ഈ അഡ്വാൻസ്മെൻറ്റ് ഇൻഡെക്സ് എന്നുള്ളതിൽ 9 തീമുകളാണ് നിലവിലുള്ളത്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്നിരിക്കലും ആ 9 തീമുകളിൽ നിന്നുകൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ നമ്മുടെ സേവനം മെച്ചപ്പെടുത്താനാകും എന്നുള്ളത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന ഒന്നാണ്. സേവനങ്ങൾ നൽകുന്ന പഞ്ചായത്തുകളാണോ പശ്ചാത്തല സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ എന്നുള്ളത് സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടുള്ള, സ്വാശ്രയമായിട്ട് നമുക്ക് പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കാൻ സാധിക്കുന്ന പഞ്ചായത്തുകളാണോ, അതുപോലെ തന്നെ ജലം നിറവുള്ള പഞ്ചായത്തുകളാണോ, സെൽഫ് സഫിഷ്യൻറ്റ് വാട്ടർ സപ്ലൈ ഉള്ള പഞ്ചായത്തുകളാണോ, സദ്ഭരണം നന്നായി കാഴ്ചവെക്കുന്ന പഞ്ചായത്തുകളാണോ, സാമൂഹികമായിട്ടുള്ള സുരക്ഷിതത്വം നൽകുന്ന പഞ്ചായത്തുകളാണോ എന്നിങ്ങനെ 9 തീമിലാണ് പഞ്ചായത്ത് അഡ്വാൻസ്മെൻറ്റ് ഇൻഡെക്സ് നമ്മൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങളെല്ലാവരും തന്നെ ഇതൊക്കെ ഡേറ്റ എൻട്രി ഒക്കെ നടത്തുന്നുണ്ടെന്ന് എനിക്കറിയാം. കേരളത്തിൽ 941 പഞ്ചായത്തുകളും ഈ ഡേറ്റ എൻട്രി നടത്തിയിട്ടുണ്ട് പോർട്ടലിൽ നോക്കുമ്പോൾ. പക്ഷേ അത് പ്രാവർത്തികമായി നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും പഞ്ചായത്തുകളിൽ നടപ്പിലാക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇന്ത്യയിൽ ഇന്ന്, അതായത് 2023-24 ഡേറ്റ എൻട്രിയാണ് അതിൽ നടത്തിയിരിക്കുന്നത്. ഇന്ന് കേരളം 9ാമത്തെ സ്ഥാനത്താണ് നിലനിൽക്കുന്നത്. പഞ്ചായത്ത് അഡ്വാൻസ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയിൽ 9ാമത്തെ സംസ്ഥാനമായിട്ടാണ് കേരളം നിലനിൽക്കുന്നത്. അപ്പോൾ 2026-27 പഞ്ചായത്ത് അഡ്വാൻസ്മെൻറ്റ് ഇൻഡെക്സിൻ്റെ റാങ്കിങ് 2 വർഷം കഴിഞ്ഞ് വരുമ്പോൾ ഭാരതത്തിലെ 1ാമത്തെ സംസ്ഥാനം ഏതായിരിക്കും? കേരളം. അത് ഉറപ്പ് തരാമോ? ഇന്ന് നമുക്ക് 9ാമത്തെ സ്ഥാനത്തൊന്നും നമ്മൾ ഇനി 1ാം സ്ഥാനത്തേക്ക് മാറും. 2026-27 എടുത്ത് നോക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ജനങ്ങൾക്ക് വളരെ പ്രത്യക്ഷമായി ഫലം കാണാവുന്ന കാര്യങ്ങളുമാണ്. അത് കൃത്യമായും ശക്തമായും നിങ്ങൾ ഓരോരുത്തരും നടപ്പിലാക്കും എന്നുള്ളത് ഒരു പ്രതിജ്ഞാബദ്ധമായ രീതിയിൽ എടുക്കേണ്ടുന്ന തീരുമാനമാണ്. അതിനെല്ലാ വിധത്തിലുള്ള പിന്തുണയും മാർഗനിർദ്ദേശവും തീർച്ചയായിട്ടും വകുപ്പിൽ നിന്നും ഉണ്ടാകും എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ വാഗ്ദാനം നൽകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അധികം നീട്ടുന്നില്ല, ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി ആധുനിക സാങ്കേതിക വിദ്യകൾ എങ്ങനെയാണ് നമ്മുടെ പഞ്ചായത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് കൂടി PD കാര്യമായിട്ട് ആലോചിക്കും എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കാലചക്രം തിരിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, കാലം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെയൊക്കെ പുതിയ തലമുറയിലെ കുട്ടികൾ എത്രമാത്രമാണ് ആധുനിക സാങ്കേതിക വിദ്യയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഞാനും ദൈനംദിന ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മിനിഞ്ഞാന്ന് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് വണ്ടിയിൽ ഞാനും മോനിപ്പോൾ 7 വയസ്സായി. ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ശാസ്താമംഗലത്താണ് വീട്. ആ റോഡ് തിരിഞ്ഞ് ഞങ്ങളുടെ ഒരു ചെറിയ ലെയിനാണ്. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് കയറുന്ന സമയത്ത് മോൻ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് അതിലെ CCTVയുടെ, വീട്ടിലിപ്പോൾ CCTV വെച്ചിട്ടുണ്ട് പുറത്ത്. അപ്പോൾ CCTVയുടെ ഫുട്ടേജ് നോക്കണം എന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തു പെട്ടെന്ന്.
അപ്പം ഞാൻ ചോദിച്ചു എന്തിനാണ് ഇപ്പം CCTVയുടെ ഫുട്ടേജ് നോക്കുന്നതെന്ന് ചോദിച്ചു. ഇത് നോക്കാൻ എനിക്കറിയാവുന്നതിനേക്കാളും അവനറിയാമെന്നുള്ളതാണ് അതിൻ്റെ വേറൊരു തമാശ. പക്ഷേ ഫോൺ എടുത്തിട്ട് CCTV ഫുട്ടേജ് പരിശോധിച്ചു ഞങ്ങളുടെ റോഡിലേക്ക് തിരിയുന്ന സമയത്ത്. ഞാൻ എന്തിനാടാ നോക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ എന്നോട് തിരിച്ചു പറഞ്ഞു, അമ്മ വീട്ടിൽ ഡോഗ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം CCTVയിലെന്ന്. വീട്ടിലെ ഗേറ്റ് തുറന്ന് കിടക്കുന്നു എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും തെരുവ് നായ വീട്ടിനകത്ത് കയറിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് CCTVയിൽ നോക്കിയിട്ട് നമുക്ക് വീട്ടിനകത്ത് കയറാമെന്ന് അവൻ എന്നോട് പറഞ്ഞു തരികയാണ്. അങ്ങനെ 5ഉം 6ഉം 7ഉം വയസ്സായ കുട്ടികൾക്ക് എങ്ങനെയാണ് സാങ്കേതിക വിദ്യ നമ്മുടെ ഓരോരുത്തരുടെയും ക്ഷേമത്തിനായിട്ടും സുരക്ഷിതത്വത്തിനായിട്ടും ഉപയോഗിക്കേണ്ടത് എന്ന് നമ്മളെക്കാളും ഒക്കെ നല്ല ബോധ്യമുണ്ട് എന്ന് എനിക്ക് അന്ന് മനസ്സിലായി. അത് തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ ഈ ആധുനിക സേവന സൗകര്യങ്ങൾ ജനങ്ങൾക്ക് നൽകാൻ എന്നുള്ളത് നമ്മളും ഓർക്കണം. അതിനാവശ്യമായിട്ടുള്ള പരിശീലനം നമ്മൾ ഓരോരുത്തരും എടുക്കണം എന്നുള്ളതാണ് എനിക്ക് എടുത്തു പറയാനുള്ളത്. ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ തെരുവുനായ ശല്യം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഒരു കർമ്മ പദ്ധതിയായി തന്നെ വളരെ പ്രാവർത്തികമായി സമഗ്രമായി അതിനെ കൈകാര്യം ചെയ്യാനുള്ള ആലോചനകളും നീക്കങ്ങളും വകുപ്പിൽ നടത്തി വരുന്നുണ്ട്. അദ്ദേഹം ഉടനെ തന്നെ അത് നിങ്ങൾക്കും ചർച്ചകൾക്ക് ശേഷം തീരുമാനമെടുത്തതിന് ശേഷം നിങ്ങളുടെ പക്കലും അറിയിക്കുന്നതായിരിക്കും. അങ്ങനെ സാങ്കേതിക വിദ്യ ഓരോ തവണയും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് K-സ്മാർട്ട് ഉണ്ട് നമ്മുടെയൊക്കെ പഞ്ചായത്തുകൾ. ഞാനിവിടെ വന്നപ്പോൾ അവരെന്നോട് സൂചിപ്പിക്കുകയായിരുന്നു K-സ്മാർട്ട് വന്നതിന് ശേഷവും പലപ്പോഴും ആളുകൾക്ക് നിവേദനം പഞ്ചായത്തിൽ നേരിട്ട് കൊണ്ട് തരാൻ സാധിക്കാതെ അക്ഷയ സെൻ്ററുകളിൽ പോയി മണിക്കൂറുകൾ കാത്തു കിടക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ സാങ്കേതിക വിദ്യ വന്നു എന്നുണ്ടെങ്കിലും അത് മനുഷ്യൻ്റെ ജീവിതത്തെ കൂടുതൽ അനായാസമാക്കുന്നോ ഇല്ലയോ എന്നുള്ളതാണ് ആ സാങ്കേതിക വിദ്യയുടെ ശരിയായിട്ടുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടുന്ന മാറ്റങ്ങൾ നമ്മൾ ഈ പ്രക്രിയയിലും ഉണ്ടാക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വളരെ സൂക്ഷ്മമായ പരിശോധനയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെയാണ് സാങ്കേതിക വിദ്യയെ നമ്മുടെയൊക്കെ സദ്ഭരണത്തിനായി ജനസേവനത്തിനായി വിനിയോഗിക്കാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും തീർച്ചയായിട്ടും പഠിച്ചുകൊണ്ടേയിരിക്കാം, പരിശോധിക്കാം എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ സേവന കാലയളവിൽ അത്തരത്തിലുള്ള സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഉദാഹരണം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ പഞ്ചായത്തുകളിൽ നമുക്ക് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിർമ്മിത ബുദ്ധി സഹിതം ഉപയോഗിക്കണം എന്നുള്ളതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള നിർദ്ദേശം. ഇന്നലെ ഓഫീസർ LCD വകുപ്പിൽ വന്നിട്ട് ഞാൻ നോക്കാൻ തുടങ്ങിയപ്പോൾ ഡിജിറ്റൽ ടീം എന്നോട് വന്നിട്ട് പറഞ്ഞു, മാഡം ഇനി ടൈപ്പ് ചെയ്യേണ്ട കാര്യമല്ല, വോയിസിൽ ഇട്ട് കൊടുത്താൽ മതി. മലയാളം ഇപ്പം നമുക്ക് ഭാഷിണി ഉള്ളത് കൊണ്ട് അതിൽ തന്നെ ടൈപ്പ് ചെയ്ത് അങ്ങ് വരും. അപ്പോൾ ടൈപ്പ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ മാഡം ടൈപ്പ് ചെയ്യേണ്ട എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നമുക്ക് മീറ്റിംഗ് മിനിറ്റ്സുകൾ ഇപ്പോൾ ഇതുപോലെ തന്നെ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് മീറ്റിംഗ് മിനിറ്റുകൾ നമുക്ക് കൃത്യമായി രേഖപ്പെടുത്താൻ സാധിക്കും. ഇതുപോലെ വോയിസ് ടു ടെക്സ്റ്റ് നമുക്കിപ്പോൾ പറഞ്ഞുകൊണ്ട് തന്നെ ഫയലുകൾ നോക്കാനായിട്ട് സാധിക്കും. അതിലൊക്കെ ഉപരിയായി ഞാൻ പത്തനംതിട്ട കളക്ടറായിരുന്ന സമയത്ത് ശബരിമലയിൽ ഈ കാലാവസ്ഥ മോശമാകുന്ന സമയത്ത്, അതായത് സംസ്ഥാനത്ത് ചിലപ്പോൾ നമുക്ക് റെഡ് അലർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിൽ റെഡ് അലർട്ട് ആയിരിക്കും. ജില്ലയിൽ നിന്നുള്ള കുറച്ചധികം പഞ്ചായത്ത് പ്രസിഡന്റുമാരെയൊക്കെ കണ്ടു. വീണ്ടും പണ്ടത്തെ ഓർമ്മകൾ വരികയായിരുന്നു എനിക്ക്. അപ്പോൾ അവരെയൊക്കെ കണ്ടപ്പോൾ ജില്ലയിൽ റെഡ് അലർട്ട് ആണെങ്കിലും അവിടെ നട തുറക്കണോ വേണ്ടയോ എന്നുള്ള ഒരു തീരുമാനം കൈക്കൊള്ളണം. ജില്ലാ കളക്ടറാണ് കൈക്കൊള്ളേണ്ടത്. അപ്പോൾ റെഡ് അലർട്ട് ഉണ്ടാകുന്ന സമയത്ത് ശബരിമല നട തുറക്കുക എന്ന് പറയുന്ന അതിസാഹസികമായിട്ടുള്ള ഒരു തീരുമാനമാണ് അല്ലേ. പക്ഷേ അങ്ങനെ റെഡ് അലർട്ട് ആയിരിക്കുന്ന സമയത്തും ഞങ്ങൾ നട തുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കാരണം എന്താണ്, ഭക്തരെല്ലാവരും തലേ ദിവസേ വന്ന് അവിടെ നിലയ്ക്കൽ തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും. അവരെ തിരിച്ചു വിടുന്നതാണോ കൂടുതൽ ക്ലേശകരം, അതോ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നതാണോ കൂടുതൽ ക്ലേശകരം എന്നുള്ള തീരുമാനമാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അവിടെ കണ്ണടച്ചിട്ടല്ല ആ തീരുമാനം എടുത്തത്. ഈ പറയുന്ന നിർമ്മിത ബുദ്ധിയുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ഒരു ഗുണം ആശ്രയിച്ചാണ് അന്ന് ആ തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് നിർമ്മിത ബുദ്ധി വഴി പഞ്ചായത്ത് ബേസ്ഡ് ആയിട്ടുള്ള വെതർ ഫോർകാസ്റ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. ഏതാണ് ഗ്രാമപഞ്ചായത്തുകൾ. നമുക്ക് സ്റ്റേറ്റിൽ റെഡ് അലർട്ട് എന്നുള്ളത് മാത്രമല്ല, വളരെ പ്രാദേശികമായി തന്നെ നമ്മുടെ കാലാവസ്ഥ നിരീക്ഷണം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ മൈക്രോ ക്ലൈമാറ്റിക് മാപ്സ് ഉപയോഗിച്ചുകൊണ്ട് ആ പറയുന്ന ശബരിമല
ഉൾപ്പെടുന്ന പഞ്ചായത്തുകളിൽ മാത്രം, പെരുന്നാട് പഞ്ചായത്തും അവിടെ റാന്നിയും ആ പ്രദേശത്തുള്ള പഞ്ചായത്തുകളിലുള്ള മൈക്രോ ക്ലൈമറ്റ്, സൂക്ഷ്മമായിട്ടുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങൾ എന്താണ് എന്നുള്ളത് നോക്കിക്കൊണ്ട് അവിടെ ആ ഭാഗത്ത് ഈ പറയുന്ന റെഡ് അലർട്ട് ഉണ്ടാവില്ല അല്ലെങ്കിൽ മഴ പെയ്യില്ല എന്നുള്ള ഉറപ്പ് നമുക്ക് ശാസ്ത്രത്തിൽ നിന്ന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അത്തരം തീരുമാനങ്ങൾ അന്ന് കൈക്കൊണ്ടിരുന്നത്. അപ്പം ഞാനതൊരു ചെറിയ ഉദാഹരണമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. പക്ഷേ നമുക്ക് പഞ്ചായത്ത് തലത്തിൽ പ്രാദേശികമായി ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ദൈനംദിന പ്രവർത്തനത്തിലും തീർച്ചയായിട്ടും ഒരുപാട് നല്ല തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇനി വരുന്ന നാളുകളിൽ എങ്ങനെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഭാവി ശോഭനീയമാക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ച് നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, സ്നേഹം. നേരറിവിൻ്റെ വർത്തമാനകാലത്തിൻ്റെ ശബ്ദം കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ ജനങ്ങളിലേക്ക്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ, പ്രശ്നപരിഹാരങ്ങൾ കേരള പഞ്ചായത്ത് വാർത്താ ചാനലിലൂടെ പരിഹരിക്കപ്പെടും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും അറിയേണ്ടതും ചെയ്യേണ്ടതുമായ കാര്യങ്ങൾ, അറിയിപ്പുകൾ, വാർത്തകൾ തത്സമയം ജനങ്ങളിലേക്ക് കേരള പഞ്ചായത്ത് വാർത്താ ചാനൽ.